നല്ലൊരു വായനാനുഭവത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഒരുപാട് മുഖങ്ങളും ഒരുപാട് പേരുകളും നമ്മുടെ ഉള്ളിലേക്ക് ഓടിയെത്തിയേക്കാം. എന്നാൽ ആ കൂട്ടത്തിൽ നമ്മുടെ പേരോ നമ്മുടെ മുഖമോ ഉണ്ടാകുമോ? ഒരിക്കലുമില്ല, അല്ലേ? കാരണം മറ്റുള്ളവരുമായി താതാത്മ്യപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ എല്ലാം ജീവിതങ്ങൾ മുൻപോട്ട് പോകുന്നത്. എന്നാൽ എനിക്ക് ഇഷ്ടം എന്നെ തന്നെയാണ് എന്ന് പറയുവാൻ നാം കാണിക്കുന്ന ആർജവം എന്ന് തുടങ്ങുന്നുവോ അന്ന് മാത്രമേ നമ്മുടെ ജീവിതം യാഥാർത്ഥ്യമാവുകയുള്ളൂ എന്ന ബോധ്യം പകർന്നു നൽകുന്ന ഒരു നോവലാണ് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്. സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ച ചെയ്ത യുവ എഴുത്തുകാരി നിംന വിജയിയുടെ നോവലാണ് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്. നമ്മുടെ ജീവിതയാത്രകൾക്കിടയിൽ ആത്മാവിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ചേർത്ത് വെക്കുന്ന ചില ബന്ധങ്ങൾ ഉണ്ടാകും. കുടുംബ ബന്ധങ്ങളാവാം, സൗഹൃദങ്ങളാവാം, പ്രണയമാവാം, അങ്ങനെ പലതും. ഈ ബന്ധങ്ങൾക്കെല്ലാം ഏറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു പെൺകുട്ടി തന്റെ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകൾക്കിടയിൽ, ദുഃഖങ്ങൾക്കിടയിൽ തന്നെ ചേർത്ത് നിർത്തുന്ന ഒരു സ്നേഹസ്പർശം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവൾ. തന്റെ മാതാപിതാക്കന്മാരും സഹോദരങ്ങളും സുഹൃത്തുക്കളും എല്ലാം തനിക്ക് ചുറ്റുമുള്ളപ്പോഴും തന്റേത് മാത്രമെന്ന് അവകാശപ്പെടാൻ കഴിയുന്ന ഒരാൾ. അങ്ങനെ ഒരാളെ സ്വപ്നം കണ്ട് ജീവിക്കുന്ന ഒരു പെൺകുട്ടി. അവിചാരിതമായി അവളുടെ ജീവിതത്തിലേക്ക് അങ്ങനെ ഒരു വ്യക്തി കടന്നു വരുന്നു. ഒരുപാട് സ്വപ്നങ്ങൾ സമ്മാനിച്ച് ഒരുപാട് പ്രതീക്ഷകൾ നൽകി അപ്രതീക്ഷിതമായി ഒരു ദിവസം അവളിൽ നിന്നും അവൻ അകന്നു പോകുന്നു. ഇനി എന്തു ചെയ്യണമെന്ന് ആകുലപ്പെടുന്നവൾ, തനിക്ക് താൻ മാത്രമേ ഉള്ളൂ എന്ന ബോധ്യത്തിൽ നിന്നും അതിജീവനത്തിന്റെ പാതയിലേക്ക് ഉയർത്തെഴുന്നേൽക്കുന്നവൾ. അവളാണ് അതിഥി. ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന നമ്മുടെ നോവലിലെ കേന്ദ്ര കഥാപാത്രം. അതിഥിയുടെ ജീവിതത്തിലൂടെയാണ് ഈ നോവൽ മുൻപോട്ട് സഞ്ചരിക്കുന്നത്. ഇഫ് യു ഹാവ് ദ എബിലിറ്റി ടു ലവ് യുവർ സെൽഫ് ഫസ്റ്റ്. അമേരിക്കൻ സാഹിത്യകാരനായ ചാൾസ് ബുയോസ്കിയുടെ വാക്കുകളിലൂടെയാണ് ഈ നോവൽ ആരംഭിക്കുന്നത്. ബാംഗ്ലൂർ നഗരത്തിൽ ജോലി കിട്ടി അങ്ങോട്ട് യാത്ര തിരിക്കുന്ന അതിഥിയുടെ ജീവിതവും അവൾക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങളും അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വ്യക്തികളുമെല്ലാം 23 അധ്യായങ്ങളിലായി നിംന വിജയ് വരച്ചു കാണിക്കുന്നു. ട്രെയിൻ പതിയെ സ്റ്റേഷൻ വിട്ടപ്പോൾ അവൾ അച്ഛനെ ഓർമ്മിച്ചു. ഡിഗ്രി കാലം മുതൽ എപ്പോഴും കോളേജിലേക്കുള്ള ട്രെയിൻ കയറ്റാൻ രാവിലെ അച്ഛൻ കൂടെ വരും. ട്രെയിൻ എടുക്കാൻ നേരം പോക്കറ്റിൽ നിന്നും ചുരുട്ടിയ 100 രൂപ നോട്ടുകൾ കയ്യിൽ വെച്ച് കണ്ണിൽ നിന്ന് അകലുന്നതുവരെ കൈവീശുന്ന അച്ഛനെ കാണുമ്പോൾ വല്ലാത്തൊരു സങ്കടമാണ്. അവരറിയാതെ ചെയ്തു കൂട്ടിയ തെറ്റുകളൊക്കെ പെട്ടെന്ന് ഓർമ്മ വരും. ചിലപ്പോൾ കുറ്റബോധം കൊണ്ട് കണ്ണു നിറയും. ഇത് 1-ാം ഭാഗത്തിലെ അതിഥിയുടെ ഓർമ്മകളാണ്. വർത്തമാനകാലത്തിന്റെ ഇന്നുകളും ഭൂതകാലത്തിന്റെ ഇന്നലകളും ഇവിടെ ഇതൾ വിടരുന്നു. ഈ അച്ഛനും മകളും തമ്മിലുള്ള ഒരു ബന്ധം വായിക്കുമ്പോൾ തന്നെ നമ്മളിൽ പലരും ഈ ഒരു ബന്ധത്തിലൂടെ കടന്നു പോയിട്ടുള്ളവരാവാം, അല്ലെങ്കിൽ ഈ ഒരു അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുള്ളവരാവാം. ഇത്തരത്തിൽ ഓരോ ഭാഗങ്ങളിലായി കടന്നു വരുന്ന എല്ലാ കഥാപാത്രങ്ങളും നമ്മുടെ ജീവിതവുമായി അഭേദ്യമായി ബന്ധമുള്ള കഥാപാത്രങ്ങളാണ്. കുടുംബ ബന്ധങ്ങളുടെ ചിത്രീകരണത്തോടൊപ്പം തന്നെ കുടുംബ ബന്ധങ്ങളുടെ ശൈഥില്യവും എഴുത്തുകാരി ഇവിടെ വരച്ചു കാണിക്കുന്നുണ്ട്. മാതാപിതാക്കന്മാരുടെ വേർപിരിയലുകൾ, അതിലൂടെ മക്കൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതോടൊപ്പം സൗഹൃദത്തിന്റെ ഇഴയടുപ്പങ്ങൾ, ബന്ധങ്ങളുടെ പവിത്രത, ഇതെല്ലാം നിംന വിജയ് ഈ ഒരു നോവലിലൂടെ വരച്ചു ചേർക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ മാറ്റി നിർത്തിയിരിക്കുന്ന ചില പാരമ്പര്യ മൂല്യങ്ങളെ കൂടി ചോദ്യം ചെയ്യാൻ ഈ എഴുത്തുകാരി ഇതിലൂടെ തുനിയുന്നുണ്ട്. അതുമാത്രമല്ല, ഒരു പ്രണയത്തിന്റെ നോവലാണോ, കുടുംബത്തിന്റെ നോവലാണോ, അതിനുമൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ എല്ലാം ജീവിതങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, നമ്മളെ കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന, നമ്മളിലേക്ക് തിരിച്ചു ചെല്ലാൻ ആഗ്രഹിക്കുന്ന ഒരു എഴുത്ത്. അതാണ്
ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്.